മുന്നണിയുമായി സഹകരിപ്പിക്കാൻ UDF തീരുമാനിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യും. തീരുമാനത്തിൽ സന്തോഷമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും അൻവർ പ്രതികരിച്ചു. ഇന്നത്തെ യോഗത്തിൽ പൊതുവെ ഉണ്ടായ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിക്കും. PV അൻവറിനെ സഹകരിപ്പിക്കാൻ UDF തീരുമാനിക്കുമ്പോഴും തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനായി വിശദമായ ചർച്ചയ്ക്ക് UDF പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി. മുന്നണിയിലെ ഓരോ ഘടകകക്ഷികളുമായും ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിനെ കാണും. ഒരാഴ്ചയ്ക്കകം അന്തിമ തീരുമാനത്തിലെത്തും. UDF തീരുമാനത്തിൽ സന്തോഷമെന്നും ഇത് CPM-നുള്ള മറുപടിയാണെന്നും PV അൻവർ. നമ്മളതിൽ ഹാപ്പിയാണ്. ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതിന് ഇനി ഒരുപാട് കടന്നുപോക്കുകളുണ്ട്. എന്നെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പോൾ അവരെടുത്ത തീരുമാനം ഞങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. തൃണമൂൽ വിടുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിയ അൻവർ UDF ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും പിന്തുണയ്ക്കുമെന്നും പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ PV അൻവറിന്റെ മുന്നണി പ്രവേശം UDF-നും അൻവറിനും ഒരുപോലെ പ്രധാനമാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.